വെൽക്കം ബാക്ക് ഓൾ ഗൈസ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഹൈവേ ആണെന്നൊക്കെ തോന്നും, ഈ റോഡ് കാണുമ്പോൾ അല്ലേ? നമ്മുടെ ഹൈവേ ഒക്കെ പോലെ ഉണ്ടെങ്കിലും ഹൈവേ ആണോ ഇത്? അതെ, ഹൈവേ ആണ് കേട്ടോ, തോന്നുന്നില്ല, ശരിയായിട്ട് ഹൈവേ ആണ്. മാറി നിൽക്കും ഫുൾ വണ്ടികളൊക്കെ വന്നിട്ടാണ്. അപ്പം നമ്മൾ സിപ്പപ്പൊക്കെ തിന്ന് ഈ മഴയത്ത് ഭാഗ്യത്തിന് ഇന്ന് കടയിൽ കയറിയപ്പം അവർ പറഞ്ഞില്ല മഴ കാരണം സിപ്പപ്പില്ല എന്ന്. ആദ്യമായിട്ടൊരു കടയിൽ അങ്ങനെ കണ്ടു, പക്ഷെ കട അത്ര ശരിയായിട്ടുള്ള കടയൊന്നും അല്ലായിരുന്നു. 200-ൻ്റെ മിക്സർ 220 എന്ന് പറഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ സിപ്പൊക്കെ തിന്ന് നടക്കുകയാണ് കേട്ടോ. നമ്മൾ മൂന്നാനക്കുഴിയിലാണുള്ളത്. ഒറ്റ കട ശരിയല്ല ഗൈസ് അവിടെ ഉള്ളത്. അല്ലേ ഞെട്ടി എന്നാലേ? ഫുൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇരിക്കുന്നവരാണ് എല്ലാവരും. അതെ, ആരെങ്കിലും കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ പറ്റിക്കും. കാരണം വെണ്ടയ്ക്ക അക്ഷരത്തിൽ വില എഴുതി വെച്ചിട്ട് ചോദിച്ചപ്പോൾ പറയാ 220. ആൾക്കാരെ ഓരോരുത്തരെ നോക്കി പൈസ കൂട്ടുന്ന പോലെയാണ് തോന്നിയത് കേട്ടോ. അപ്പോൾ പൊട്ടക്കടയിൽ നിന്നാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ കാണുന്നില്ലേ ഈ വീടുകളെല്ലാം, ഇത് ട്രൈബൽസിൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ആ ഭാഗത്തേക്ക് മുഴുവനും ഉണ്ട്. കോഴിയൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഏതോ പൂവൻകോഴിയാണ്. അതുപോലെ അവിടെ പട്ടിയുണ്ട്. ചിലപ്പോൾ വരുമ്പം ആടുകളെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. നടക്കുകയാണ്. ഇത് അവിടേക്ക് കുറേ വീടുണ്ട് കേട്ടോ. അപ്പം ഇവർക്ക് മാത്രം എന്താ വീട് കൊടുക്കാത്തതെന്ന് അറിയില്ല. ഗവൺമെൻറ് എല്ലാ കാര്യം ഇവർക്ക് വേണ്ടി ചെയ്യുന്നതാണല്ലോ, പിന്നെ എന്താണെന്ന് അറിയത്തില്ല. ഈ മഴയത്ത് ഭയങ്കര റിസ്ക് ആയിരിക്കും. ബുദ്ധിമുട്ടാണ്. കാരണം കണ്ടില്ലേ, നിലത്താണ് അവർ പണിതേക്കുന്നത്. അതുപോലെ തന്നെ മഴ പെയ്യുമ്പോൾ മഴയൊക്കെ ഒലിച്ചു വന്നാലുള്ള കഷ്ടപ്പാട് അറിയില്ല എന്താ ഇങ്ങനെ ഇട്ടേക്കുന്നതെന്നൊന്നും. കുറേ പേര് താമസിക്കുന്നുണ്ട്. ഒരു ചേച്ചി ഇറങ്ങി വന്നിട്ടുണ്ട്. നേരത്തെ കുറേ പേര് താളും കൊണ്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അത് പറഞ്ഞപ്പോൾ നമ്മുടെ താഴെ താളായിട്ടുണ്ടാവും. നമുക്കത് പറിക്കാനൊക്കെ പോകണം. ഈ മഴയത്താണ് അതിൻ്റെ സീസൺ. താളിൻ്റെ സീസൺ വരുന്നത് മഴയത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ മഴയത്ത് സിപ്പപ്പ് നിന്ന് കാഴ്ചകളെല്ലാം കണ്ട് നമ്മളിങ്ങനെ നടക്കുകയാണ് കേട്ടോ.